ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ജെഇ പേപ്പർ 2 PRക്കിന്റെ എക്സാം റിസൾട്ട് ഇന്ന് രാവിലെ നേരത്തെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് റിസൾട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ റിസൾട്ട് നോക്കുക. ഇനി ഏതൊക്കെ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ കോളേജിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് പറ്റി പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ വൈകിട്ടാകുമ്പോഴേക്കും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള മറ്റു ചില കാര്യങ്ങൾ, ജനറൽ റാങ്ക് ഉണ്ട്, റിസർവേഷൻ കാറ്റഗറി റാങ്ക് ഉണ്ടാവും. നിങ്ങൾ നോക്കേണ്ടത് ബേസിക്കലി ജനറൽ റാങ്ക് ആണ്. ചില കുട്ടികൾ ഈ കാറ്റഗറി റാങ്ക് വിറ്റ് അതാണ് അവരുടെ റാങ്ക് എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കാറ്റഗറി റാങ്ക് നമുക്ക് യൂസ്ഫുൾ തന്നെ ആയിരിക്കും. കാറ്റഗറി റാങ്കിന്റെ ബേസിലാണ് റിസർവേഷൻ കാറ്റഗറിയുടെ അലോട്ട്മെന്റ് നടത്തുന്നത്. ഇപ്പൊ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിലുമായി സംബന്ധിച്ചിട്ട് ഞാൻ ചില വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. പക്ഷെ നിങ്ങളുടെ റാങ്ക് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ബേസിക്കലി പറയേണ്ടത് ജനറൽ റാങ്ക് ആണ്. ചില കുട്ടികൾ തെറ്റി കാറ്റഗറി റാങ്ക് നമ്മുടെ റാങ്ക് എന്ന് വിചാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ഉണ്ടാവും. 2 ചാൻസിലും കൂടി കിട്ടിയിട്ടുള്ള ഹയസ്റ്റ് ഫൈനൽ പെർസെൻറ്റേജ് ആയിരിക്കും നിങ്ങളുടെ ഫൈനലായിട്ടുള്ള പെർസെൻറ്റേജ് ആയിട്ട് എടുത്തിട്ടുണ്ടാവുക. അതിനുശേഷം നിങ്ങളുടെ ആ ഹയസ്റ്റ് പെർസെൻറ്റേജിനെ ബേസ് ചെയ്തിട്ടൊരു റാങ്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ടോട്ടൽ സ്റ്റുഡൻസ് എത്ര പേര് അറ്റൻഡ് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു 99% കിട്ടിയതിൻ്റെ അർത്ഥം നിങ്ങളുടെ മുന്നിൽ 1% സ്റ്റുഡൻസ് ഉണ്ടാവും, ബാക്കിൽ 99% സ്റ്റുഡൻസ് ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരാണ് പെർസെൻറ്റേജ്. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കിന്റെ പെർസെൻറ്റേജ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഐ വിൽ അപ്ഡേറ്റ്. താങ്ക് യു.